വളപട്ടണം മോഷണ കേസിൽ യഥാർത്ഥ പ്രതിയെ പോലീസ് പിടികൂടി. ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് കുറുവ സംഘമാണ്, അങ്ങനെയുള്ള സംഘമാണ്, ഇത് മറ്റേ അവിടെ നിന്ന് വന്നവരാണ്, ഇവിടെ നിന്ന് വന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോകളും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞു ഇത് അടുത്തറിയാവുന്നുള്ള അടുപ്പക്കാർ, മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ആരോ ഒരാൾ ചെയ്തതാണ് ഈ മോഷണമെന്ന് പറഞ്ഞു. അതിന് നല്ല വ്യൂവർഷിപ്പും കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയ്ക്ക്. ആ മോഷണത്തിൻ്റെ കഥ ഒരിക്കൽ കൂടി, അതായത് എങ്ങനെയാണ് പോലീസ് ആ മോഷ്ടാവിലേക്ക് എത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. മോഷ്ടാവ് താമസിക്കുന്നത് അഷറഫ് എന്ന അരി വ്യാപാരിയുടെ വീടിന് സമീപത്ത് തന്നെയാണ്. വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി പോലീസ് നായ മണം പിടിച്ച് പോയത് ഈ പ്രതിയുടെ, ലിജീഷ് എന്ന് പറയുന്ന പ്രതിയുടെ വീടിന് സമീപത്ത് കൂടിയാണ്. പോലീസ് ഈ 19-ാം തീയതി അഷറഫും കുടുംബവും മധുരയിൽ കല്യാണത്തിന് പോകുന്നു. 24-ാം തീയതി തിരികെ വരുമ്പോൾ മാത്രമാണ്, അതായത് നവംബർ 24-ാം തീയതി തിരികെ വീട്ടിലെത്തുമ്പോഴാണ് ജനലിൻ്റെ ഗ്രില്ല് തുറന്ന് അകത്ത് കയറി അതീവ സുരക്ഷിതമായി വച്ചിരുന്ന 1 കോടി രൂപയും 300 പവനും മോഷ്ടാവ് കവർന്നത്. അപ്പോൾ 24-ാം തീയതി തന്നെ പോലീസിന് വിവരം ലഭിക്കുന്നു. ACP ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയ ശേഷം അന്വേഷണം ബലപ്പെടുത്തുന്നു. കൃത്യമായ അന്വേഷണം, പഴുതുകളില്ലാത്ത അന്വേഷണം, CCTV നിരീക്ഷണം, സൈബർ സെല്ലിൻ്റെ സഹായം, മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കിയാണ് പോലീസ് കള്ളനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. കള്ളനെ ആദ്യഘട്ടത്തിൽ പോലീസ് നോക്കിയത് ഏതെങ്കിലും സ്ഥിരം കള്ളന്മാരാണോ, അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരോ പരോളിലുള്ള കള്ളന്മാരോ ആണോ ഇത് ചെയ്തതെന്നറിയാൻ വേണ്ടി വിരലടയാളം, 16 വിരലടയാളമാണ് ആ വീടിനുള്ളിൽ നിന്നും മോഷണം നടന്ന സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ചത്. ഈ വിരലടയാളം പരിശോധിച്ചപ്പോൾ അങ്ങനെ ക്രൈം റെക്കോർഡ്സിൽ അങ്ങനെ ഒരു വിരൽ പതിപ്പിച്ച ആളില്ല. അതായത് ഇതുവരെ മോഷണ കേസിലോ മറ്റ് കേസുകളിലോ പ്രതിയാകാത്ത ഒരാളാണ് ഈ കേസിൽ സംഭവം നടത്തിയിട്ടുള്ളത്. പിന്നെ കുറുവ സംഘമോ മറവ സംഘമോ അങ്ങനെയുള്ള സംഘങ്ങളൊന്നുമല്ല, ഉത്തരേന്ത്യക്കാരുമല്ല എന്ന് മനസ്സിലായി. കാരണം എന്താണ്, കുറുവ സംഘം സംഘടിതരായിട്ടാണ് മോഷ്ടിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല ഈ CCTVയിൽ നിന്ന് കണ്ട ദൃശ്യങ്ങൾ അവ്യക്തമായിരുന്നുവെങ്കിലും 20-ാം തീയതി 19-ാം തീയതി അഷറഫും കുടുംബവും മധുരയിലേക്ക് പോകുന്നു. 20-ാം തീയതി രാത്രിയാണ് ആദ്യമായി കള്ളനെ CCTVയിൽ കാണുന്നത്. ഒരാളാണ് മതിൽ ചാടി കടന്നു പോകുന്നത്. എന്നിട്ട് അയാൾ തിരികെ പോകുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. എന്നിട്ട് പിറ്റേ ദിവസവും അതേ വഴി തന്നെ ആ കള്ളൻ ചാടുന്നു, അതേ കള്ളൻ തന്നെ ചാടുന്നു. ഈ രണ്ടാമതും ഒരേ സ്ഥലത്ത് ഒരാൾ മോഷ്ടിക്കാൻ കയറണമെങ്കിൽ, അതായത് സാധാരണ കള്ളന്മാരുടെ മനഃശാസ്ത്രം, ഒരു സ്ഥലത്ത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ, അതായത് അവർക്ക് അറിയില്ലല്ലോ ഈ കള്ളൻ വരുന്നത് എവിടെ നിന്നോ വരുന്നു, ഏതോ വീട്ടിൽ കയറുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ കയറുന്നു, മോഷ്ടിച്ചു പോകുന്നു, രക്ഷപ്പെടുന്നു. പിറ്റേ ദിവസവും അതേ ഇടത്ത് മോഷ്ടിക്കാൻ പോകില്ല. അതേ ഇടത്ത് മോഷ്ടിക്കാൻ പോകണമെങ്കിൽ ആ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും അവരവിടെ ഇല്ല എന്നുള്ളതും കൃത്യമായി ഉറപ്പുള്ള കള്ളൻ മാത്രമേ അവിടെ രണ്ടാമതും പോവുകയുള്ളൂ. ഇതാണ് പോലീസിന് കിട്ടിയ ഒന്നാമത്തെ കച്ചിത്തുരുമ്പ്. അപ്പോൾ അഷറഫ് ഇവിടെ ഇല്ല എന്ന് ആർക്കൊക്കെ അറിയാം? ജീവനക്കാർക്കറിയാം. ശരിയാണ്, ജീവനക്കാരെ മുഴുവൻ തെളിവെടുത്തു, അവരെ മുഴുവൻ മൊഴിയെടുത്തു, അവരുടെ മുഴുവൻ ചോദ്യം ചെയ്തു, കൃത്യമായി പരിശോധിച്ചു. അപ്പോൾ അഷറഫും പറയുന്നു എൻ്റെ ജീവനക്കാരങ്ങനെ ചെയ്യില്ല. ചിലർക്ക് ഇഷ്ടക്കേട്, ചിലർ ജോലി മതിയാക്കി പോയ ആളുകളുണ്ട്. പക്ഷെ അവർക്കും അങ്ങനെ ഈ പൈസ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അങ്ങനെയൊന്നും അറിവില്ല. അപ്പോൾ ചോദിച്ചു ആർക്കൊക്കെ അറിയാം? എൻ്റെ വീട്ടുകാർക്കറിയാം. അങ്ങനെ വീട്ടുകാരെ സംശയനിഴലിൽ നിർത്തി കുറേ പരിശോധിച്ചു, അപ്പോഴും ഇല്ല. പിന്നെ അയൽക്കാരിലാർക്കെങ്കിലും, അപ്പോൾ ഈ ലിജീഷ് ഒരു ചെറുപ്പക്കാരൻ, ഇയാളെ ഇങ്ങനെ സംശയമുള്ളതായിട്ടല്ല, ഇയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന തരത്തിൽ അഷറഫിൽ നിന്ന് മൊഴി വരുന്നു. അന്ന് മുതൽ തന്നെ, അതായത് 25-ാം തീയതി മുതൽ തന്നെ ഈ ലിജീഷ് പോലീസിൻ്റെ നിരീക്ഷണത്തിലായി. ഇയാൾ എങ്ങനെ പോകുന്നു, ഇയാൾ അവിടെ വരുന്നു, കാര്യങ്ങളൊക്കെ ഇടപെടുന്നു, അങ്ങനെയൊക്കെയാണ്. എങ്കിലും പോലീസിന് ഇയാളിലൊരു സംശയം ബലപ്പെടുന്നു. കാരണം ആളുകൾ ഇവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി ഇയാളുടെ വിരലടയാളം ഒന്ന് പരിശോധിക്കണം. വിരലടയാളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ പലരുടെയും മൊബൈൽ ഫോൺ വാങ്ങിവെച്ച കൂട്ടത്തിൽ ലിജീഷിൻ്റെ ഫോണും ഇന്നലെ രാവിലെ പോലീസ് വാങ്ങി വെച്ചു. എന്നിട്ട് ഇയാളുടെ വിരലടയാളം അതിനകത്തുണ്ടാവുമല്ലോ, ആ വിരലടയാളം പരിശോധിച്ചു. അപ്പോൾ മാച്ചിങ് ആണ്. രണ്ടാമത് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു കുഴപ്പം പറയാമല്ലോ, ഗൂഗിൾ മാപ്പുണ്ട്, നാവിഗേഷനുണ്ട്. അപ്പോൾ അത് ഓണാണെങ്കിൽ കൃത്യമായി അറിയാം ഇത് എവിടെയൊക്കെ നമ്മൾ പോയി എന്ന്. ഈ മൊബൈലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ലിജീഷ് ഈ സംഭവ ദിവസങ്ങളിൽ അയാളുടെ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് അയാൾ ഈ ഭാഗത്തുണ്ട്, ഈ വീട്ടിൽ കയറിയതായി അതിനകത്ത് നിന്ന് തെളിഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടില്ലേ. അപ്പോൾ രാവിലെ മൊബൈൽ വാങ്ങി, വൈകുന്നേരം മൊബൈൽ തിരികെ വാങ്ങാൻ എത്താൻ പറഞ്ഞു. തിരികെ വാങ്ങാൻ ലിജീഷ് ചെന്നപ്പോൾ കയ്യോടെ പൊക്കി കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വിരലടയാളവും കിട്ടി, നിങ്ങൾ ആ ദിവസങ്ങളിൽ ഈ വീടിനുള്ളിൽ പോയതിന് തെളിവ് നിങ്ങളുടെ മൊബൈൽ തന്നു, അതുകൊണ്ട് തൽക്കാലം നിങ്ങളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ലിജീഷിനെ കൊണ്ട്, ഇതൊക്കെ സ്വർണ്ണമൊക്കെ എവിടെ കൊണ്ടുവച്ചു, പണം എവിടെ? അപ്പോൾ ലിജീഷ് നേരെ പോലീസുകാരെ, നല്ല കുട്ടിയായി പോലീസുകാരെ കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് കട്ടിലിനടിയിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും പോലീസിന് തിരിച്ചെടുത്തു കൊടുത്തു. അങ്ങനെ അരി വ്യാപാരി അഷറഫിൻ്റെ വീട് കൊള്ളയടിച്ചത് ആത്മസുഹൃത്തും അയൽക്കാരനുമായ ലിജീഷാണ് എന്ന് പോലീസ് തെളിയിച്ചപ്പോൾ
ഈ കുറുവവാദികളും മറവവാദികളുമൊക്കെ എന്താണ് കണ്ടം വഴി ഓടുകയും ചെയ്തു. ഇതാണ് വളപട്ടണത്തെ മോഷണ കേസ്. വളപട്ടണം മോഷണ കേസ് കോളിളക്കം സൃഷ്ടിച്ചത് ആ വലിയ തുകയാണ്, 1,300,000 പവനും. അതുപോലെ തന്നെ ആ ലോക്കറിൻ്റെ സ്ഥിതി എന്താണ്, യഥാർത്ഥ ലോക്കറിൻ്റെ മുകളിൽ ഒരു മരപ്പെട്ടി, ആ മരപ്പെട്ടി തുറക്കുന്ന താക്കോലും ഉണ്ട്. 2 താക്കോലുണ്ട്. 2 താക്കോലും പ്രത്യേക രീതിയിൽ തുറന്നാലേ ആ ലോക്കർ തുറക്കാൻ കഴിയുകയുള്ളൂ. അതാണ് സവിശേഷത. എന്നിട്ട് ആ ലോക്കറിൻ്റെ കീ ഒരു അലമാരയിൽ, ആ അലമാരയുടെ കീ മറ്റൊരു അലമാരയിൽ. അപ്പോൾ ഇത്രയും കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മോഷണം നടത്താൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് മനസ്സിലാക്കി. ഇക്കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ ചുറ്റിപ്പറ്റി നോക്കിയപ്പോൾ ലിജീഷിന് ഇക്കാര്യങ്ങൾ അറിയാമെന്ന് അഷ്റഫിൻ്റെ മൊഴി വന്നു. തുടർന്ന് ലിജീഷിനെ നിരീക്ഷണത്തിലാക്കി. മറ്റാളുകളുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന കൂട്ടത്തിൽ ലിജീഷിൻ്റെ മൊബൈലും പോലീസ് തന്ത്രപൂർവ്വം കരസ്ഥമാക്കി. വിരലടയാളം നോക്കി, അയാളുടെ ഗൂഗിൾ മാപ്പ് നോക്കി. അതെല്ലാം നോക്കുമ്പോൾ കൃത്യമായിട്ട് കള്ളൻ കപ്പലിൽ തന്നെ അടുത്ത സുഹൃത്ത്, അയൽവാസി തന്നെയാണ് എന്ന് പോലീസ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കണ്ടെത്തല്ല. വെറും ഊഹാപോഹവും നിഗമനമല്ല, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കള്ളനെ പൊക്കി അകത്താക്കി.